നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്യൻ മേഖല T20 വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇറ്റലി ഒരു വമ്പൻ അട്ടിമറി നടത്തിയിരിക്കുകയാണ്. ഒരു ബ്രിട്ടീഷ് ടീമിനെ അവർ തോൽപ്പിച്ചിരിക്കുന്നു. സ്കോട്ട്ലൻഡിനെ അവരിപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. 12 റൺസിനാണ് തോൽപ്പിച്ചിരിക്കുന്നത്. അടുത്ത വർഷത്തെ T20 വേൾഡ് കപ്പിനുള്ള യോഗ്യതാ പോരാട്ടമാണിത്. ഈ ഫൈനൽ റൗണ്ട് പോരാട്ടത്തിൽ ആദ്യ 2 സ്ഥാനത്തെത്തുന്നവർ വേൾഡ് കപ്പിന് യോഗ്യത നേടും. ഇപ്പോൾ 1-ാം സ്ഥാനത്താണ് ഇറ്റലി നിൽക്കുന്നത്. അതിൽ മാറ്റം വരാം, പക്ഷേ ടോപ്പ് 2-ൽ ഇറ്റലി ഫിനിഷ് ചെയ്യാനുള്ള നല്ല സാധ്യത ഇതോടുകൂടി തെളിയുകയാണ്. അടുത്ത T20 വേൾഡ് കപ്പിൽ ഇറ്റലി കളിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടൊരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. സ്കോട്ട്ലൻഡാണ് ഇതിൽ കരുത്തര്. ആ സ്കോട്ട്ലൻഡിനെയാണ് ഇറ്റലി ഇങ്ങനെ തോൽപ്പിച്ചിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഇറ്റലി നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 167 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിംഗിൽ സ്കോട്ട്ലൻഡ് 20 ഓവറുകളിൽ 5 വിക്കറ്റിന് 155 റൺസാണ് അടിച്ചത്. ഇറ്റലിക്ക് വേണ്ടി എമിലിയോ ഗെ 21 പന്തുകളിൽ നിന്ന് 6 ഫോറും 2 സിക്സറും അടക്കം 50 റൺസ് അടിച്ചപ്പോൾ ഹാരി മനേറ്റി 38 പന്തിൽ നിന്ന് 1 ഫോറും 1 സിക്സും അടക്കം 38 റൺസ് അടിച്ചു. അതേസമയം ഗ്രാൻഡ് സ്റ്റീവർട്ടിൻ്റെ വെടിക്കെട്ട് 27 പന്തുകളിൽ നിന്ന് 2 ഫോറും 3 സിക്സും അടക്കം 44 റൺസുമായിട്ട് അദ്ദേഹം പുറത്താകാതെ നിന്നതാണ് ഇറ്റലിക്ക് 167 എന്നുള്ള സ്കോറിലേക്ക് എത്താൻ സഹായകരമായത്. മറുപടി ബാറ്റിങ്ങിൽ ജോർജ് മോൻസി 61 പന്തുകളിൽ നിന്ന് 72 റൺസുമായിട്ട് ടോപ്പ് സ്കോററായി സ്കോട്ട്ലൻഡിന് വേണ്ടി. പക്ഷേ അവർക്ക് വിജയലക്ഷ്യം മറികടക്കാനായില്ല. റിജി ബെറിങ്ടൺ അവരുടെ നായകൻ 37 പന്തിൽ നിന്ന് 1 ഫോറും 3 സിക്സും അടക്കം 46 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 155 റൺസ് നിശ്ചിത 20 ഓവറുകളിൽ സ്കോട്ട്ലൻഡിന് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ICC യൂറോപ്യൻ മേഖല T20 വേൾഡ് കപ്പ് ക്വാളിഫയറിൽ സ്കോട്ട്ലൻഡിനെ ഇറ്റലി അട്ടിമറിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.